ലക്ഷറി വണ്ടികളുടെ നടുവിൽ നിന്ന് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടപ്പോൾ ഏറെക്കുറെ കുറേ ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാകും. ഹൈ സ്ട്രീറ്റ് കാഴ്സ് സ്ഥിരമായിട്ട് നമ്മളിവിടുന്ന് വീഡിയോ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നത് എന്തായാലും ഒരു 100ൻ്റെ അടുത്ത് വണ്ടികൾ കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിലവിൽ സ്റ്റോക്ക് കിടക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും എന്നത്തെയും പോലെ തന്നെ കുറച്ച് വണ്ടികൾ ഡീറ്റെയിൽസുകൾ ഞാൻ തന്നെ നോക്കി ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം. കുറച്ചൊരു തിരക്കുണ്ട് ഇവിടെ. നമുക്കിപ്പോൾ എവിടുന്നാണ് തുടങ്ങുക എന്താണെന്നല്ല. അപ്പോൾ ഈ ഒരു ഷോറൂമിനെ പറ്റി പറയുന്നത് ഡൽഹി വസന്തകുഞ്ച് ശൗര്യ ഗാർഡനിലാണ് ഷോറൂമിന് ലൊക്കേഷൻ വരുന്നത് കേട്ടോ. ഇവിടുന്ന് കുറേ ചെയ്തുകൊണ്ടാണ് പിന്നെ ഞാൻ ആ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ പറയാൻ വിട്ടു. ഏതായാലും ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഷോറൂമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലക്ഷറി വണ്ടികൾ ആണ് കൂടുതലായിട്ടുള്ളത്. പിന്നെ ഒരു പേരിന് 1-2 ടൊയോട്ട വണ്ടികൾ ഫോർച്യൂണറൊക്കെ കാണാം. എന്നാലും അധികവും ലക്ഷറി വണ്ടികൾ തന്നെയാണ് ഈ ഒരു ഷോറൂമിലുള്ളത്. അതായത് മോഡൽ കുറഞ്ഞ വണ്ടികൾ ഇനി ഒന്ന് 2010 മുതൽ അല്ലെങ്കിൽ 2011 മുതലുള്ള വണ്ടികളൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മോഡൽ കൂടിയ വണ്ടിയും ഈ ഷോറൂമിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഒരു ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വണ്ടികളിൽ ഏതായാലും ഒരു എപ്പിസോഡിനകത്ത് ഒരു 10-15 വണ്ടികൾ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഈ ഡീറ്റെയിൽ ഇവിടെ എഴുതി വെച്ച ഡീറ്റെയിൽസ് മാത്രമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വണ്ടിയുടെ ഒരു ഫോട്ടോ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒരു അയച്ചു കൊടുത്താൽ അവരെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. നമുക്ക് ഇതിന് മുന്നേ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞത് ഹിമാൻഷു ബ്രോ ആണ്. പുള്ളി അതിലും ഇവിടെ ഉണ്ട്. അപ്പോൾ പുള്ളിക്ക് ഒന്ന് വാട്സപ്പ് ചെയ്ത് കൊടുത്താൽ പുള്ളി അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. അപ്പോൾ ഇത് ML 350 ആട്ടോ വരുന്നത്. ML 350 എന്ന് പറയുമ്പോൾ മെഴ്സിഡസ് ബെൻസിൻ്റെ ഒരു SUV സെഗ്മെൻറ്റിൽ വരുന്ന വണ്ടിയാണ്. 350 ആവുന്ന സമയത്ത് എയർ സസ്പെൻഷനാണ് വരിക. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ പവർ കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും. കംഫർട്ടായിരിക്കും യാത്ര കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു വണ്ടിയൊക്കെ എടുക്കുന്ന സമയത്ത് ഈ എയർ സസ്പെൻഷൻ്റെ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ടുള്ള വർക്കിംഗ് ആണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ എന്തായാലും ചെക്ക് ചെയ്യണം. 2013 മോഡലാണ്. രജിസ്ട്രേഷൻ വരുന്നത് ഡൽഹി വണ്ടിയാണ്. അതുപോലെ തന്നെ ഡീസലാണ്. ആസ്കിംഗ് റേറ്റ് വരുന്നത് 15,45,000 രൂപയാണ്. 15,45,000 ആണ് ഇവിടെ ആസ്കിംഗ് റേറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇൻറ്റീരിയറിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. ഓൾമോസ്റ്റ് കാണുന്ന സമയത്തൊന്നും പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ലക്ഷറി വണ്ടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിയിട്ട് മാത്രം ആ ഒരു എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് മാത്രം വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുക. പിന്നെ നമുക്കിപ്പോൾ പുറകിലേക്ക് നോക്കുകയാണെങ്കിൽ ജാഗ്വാറിൻ്റെ വണ്ടികൾ ഇത് അവിടെ അവൈലബിൾ ആണ്. XF ഉണ്ട്, XF ഉണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ XFS 2012 മോഡലാട്ടോ. കുറച്ച് മോഡൽ കുറഞ്ഞ വണ്ടിയാണ്. ഡീസലാണ്. 9,90,000 രൂപയാണ് ഇവിടെ ആസ്കിംഗ് റേറ്റ് ആയിട്ട് വരുന്നത്. സൺറൂഫൊക്കെ വരുന്ന വണ്ടിയാണ്. ടയർ വാങ്ങലൊന്നും കുഴപ്പമില്ല. ബോഡി വൈസ് ആണെങ്കിലും നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഒന്നൊരു പോളിഷ് കാര്യങ്ങളൊക്കെ എന്തായാലും ഒന്ന് ചെയ്യേണ്ടി വരും. ഈ 9,90,000 രൂപയ്ക്ക് എടുക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പം നമുക്ക് വേണ്ട കാര്യങ്ങൾ അതായത് മെക്കാനിക്കൽ പരമായ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഉറപ്പ് വരുത്തിയിട്ട് എടുക്കുക. പിന്നെ ഇപ്പോൾ ഈ ഒരു ഷോറൂമിനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ന് പറഞ്ഞാൽ കുറച്ച് റേറ്റ് കുറവിലുള്ള വണ്ടികൾ കൂടുതലായിട്ട് ഉണ്ടാവാറുണ്ട്. പലരും എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട് ഹൈ സ്ട്രീറ്റ് കാഴ്സിൽ റേറ്റ് കുറവാണല്ലോ എന്നുള്ളത്. അപ്പം എനിക്ക് അതിനൊരു കാര്യം പറയാനുള്ളത് റേറ്റ് ഇപ്പോൾ ഒരേ മോഡലുള്ള വണ്ടിയാണെങ്കിൽ തന്നെ 10 ലക്ഷത്തിനും ഇവിടെ ഉണ്ടാവും. അതേപോലെ തന്നെ 12 ലക്ഷത്തിനും ചിലപ്പോൾ ഇവിടെ കാണും. അത് ആ വണ്ടിയുടെ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള വ്യത്യാസമാണ്. അപ്പം നമുക്ക് ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന വണ്ടികളുണ്ട്. അതായത് കുറച്ചൊക്കെ കാര്യങ്ങൾ നമ്മളൊന്ന് സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ റേറ്റ് കുറച്ചിട്ടും ഇനീഷ്യൽ കോസ്റ്റ് കുറച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള വണ്ടി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വിലയും കൊടുത്തിട്ട് നമുക്ക് വണ്ടി എടുക്കാൻ പറ്റും. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ജാഗ്വാറിൻ്റെ XF ആണ്. ഇത് 2015 മോഡലാണ്. ഡീസലിനാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 13.90 ആണ്. അത് 13,90,000 രൂപയാണ് ഈ ഒരു XFന് ഇവിടെ ചോദിക്കുന്ന റേറ്റ് കേട്ടോ. അപ്പോൾ ഇതും സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു ജാഗ്വാർ എന്നൊക്കെ പറയുന്ന ഒരു സ്പെഷ്യൽ കാറ്റഗറിയാണ്. അപ്പോൾ ഇതിൻ്റേതായ ആളുകളുണ്ട് ജാഗ്വാർ ഇഷ്ടപ്പെട്ട ആളുകൾക്ക്. അപ്പോൾ അവർക്കൊക്കെ നോക്കാം. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് അക്കോഡ് അതുപോലെ തന്നെ CRV മെഴ്സിഡസ് ബെൻസിൻ്റെ ഒരു ML ഏതൊരു വണ്ടിയുടെ കിടപ്പുണ്ട്. നമുക്ക് GLA നോക്കാം. GLA 200 കേട്ടോ. GLA 200 ഒരു കോഫി ബ്രൗൺ കളറിലുള്ള വണ്ടിയാണ്. ഇത് നല്ല രീതിയിൽ എൻക്വയറിയുള്ള വണ്ടി കേട്ടോ. അപ്പോൾ ഈ ഒരു വാഹനത്തെ പറ്റി നോക്കുകയാണെങ്കിൽ GLA 2014 മോഡലാണ്. ഡീസൽ വണ്ടിയാണ്. 14,40,000 രൂപ 14.45 ആണ് ആസ്കിംഗ് റേറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു റേറ്റ് എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ റേറ്റ് ആണ്. ഇതുവരെ ചോദിക്കുന്ന റേറ്റ് ആട്ടോ. ഇപ്പോൾ ഡൽഹി രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഈ ഒരു 2014 ഡൽഹി രജിസ്ട്രേഷനുള്ള വണ്ടീനെ പറ്റിയിട്ടൊക്കെ ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡൽഹി വണ്ടിയാണെന്നുണ്ടെങ്കിൽ RC രജിസ്റ്റേർഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതും കൂടി നോക്കണം. 10 കൊല്ലം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സൈറ്റിനകത്ത് രജിസ്റ്റേർഡ് ആവും. അപ്പോൾ അങ്ങനെയുള്ള വണ്ടികൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കതൊരു ഇനി ഭാവിയിൽ ബുദ്ധിമുട്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം വേറെ ഒന്നുമില്ല, NOC ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ആ വണ്ടി വീണ്ടും ആക്റ്റീവ് ആക്കണം. അതിൻ്റെ രജിസ്ട്രേഷൻ ആക്റ്റീവ് ആക്കിയതിന് ശേഷം മാത്രമേ NOC എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഡൽഹി വണ്ടിയൊക്കെ അങ്ങനെ 10 കൊല്ലത്തിൽ കൂടുതൽ അല്ലെങ്കിൽ 14 വണ്ടിയൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൻ്റെ ആ ഒരു പരിവാഹൻ സൈറ്റിൽ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ തേർഡ് പാർട്ടി വേറെ ആപ്ലിക്കേഷൻ ഉണ്ട്, കാർ ഇൻഫോ എന്ന് പറയുന്നത്. ആ ആപ്ലിക്കേഷനകത്ത് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതിനകത്ത് RC സ്റ്റാറ്റസിന് നേരെ
അൺരജിസ്റ്റേർഡ് എന്നാണോ അല്ലെങ്കിൽ RC ആക്റ്റീവ് ആണോ എന്നുള്ള കാര്യം കൂടി നോക്കുക. അൺരജിസ്റ്റേർഡ് ആണെങ്കിൽ അങ്ങനെയുള്ള വണ്ടികളൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. NOC കിട്ടും എന്നൊക്കെ പറയും, പക്ഷേ കുറച്ചൊരു സമയമെടുക്കും. അപ്പോൾ അതിനുള്ള അത് കിട്ടുന്നുള്ള കാര്യങ്ങൾ ഉറപ്പ് വരുത്തിയിട്ട് മാത്രം വണ്ടി എടുക്കുക. അതാണ് പറയാനുള്ളത്. ഇപ്പോൾ ഈ ഒരു GLAയുടെ ഉൾഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ഉൾഭാഗം കേട്ടോ. അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. പിന്നെ നമുക്കിത് ഇവിടെ ഒരു E220 കിടക്കുന്നുണ്ട്. ഇതും ഡൽഹി രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടി തന്നെയാണ്. ഒരു ബ്ലാക്ക് കളറുള്ള 220 കേട്ടത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇത് 2018 മോഡലാണ്. പുതിയ ഷേപ്പിലുള്ള 220D ആണ്. 18 മോഡലാണ്, ഡീസലാണ്. 34.90 ആണ് ഇവിടെ ആസ്കിങ് റേറ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ മോഡൽ കൂടിയ 220D ഒക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ നോക്കാം. D ആണ്, അതായത് ഡീസൽ വണ്ടിയാണ്. 34.90 ആണ് ആസ്കിങ് റേറ്റ് ആയിട്ട് വരുന്നത്. ഇതിൻ്റെ ഇൻറ്റീരിയറും ഒന്നും പറയാനില്ല, ഒക്കെ ഒരു പുതിയ ഒരു നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട് വണ്ടികൾ. അപ്പോൾ ഇങ്ങനെയുള്ള വണ്ടികളും ഈ ഒരു ഹൈ സ്ട്രീറ്റ് കാഴ്സിൽ അവൈലബിൾ ആണ്. അതായത് മോഡൽ കുറഞ്ഞ വണ്ടിയുണ്ട്, മോഡൽ കൂടിയ വണ്ടിയുണ്ട്, ക്വാളിറ്റിയുള്ള വണ്ടിയുണ്ട്, ക്വാളിറ്റി കുറഞ്ഞ വണ്ടിയുണ്ട്. അപ്പോൾ നമ്മൾ വില മാത്രം കമ്പയർ ചെയ്തിട്ട് ഒരിക്കലും ചൂസ് ചെയ്യരുത്. നമ്മൾ വണ്ടിയുടെ ക്വാളിറ്റി കൂടി നോക്കിയിട്ട് മാത്രം ഫൈനലൈസ് ചെയ്യുക. നല്ല ടയർ ഭാഗങ്ങളൊക്കെ ഉണ്ട് വണ്ടിക്ക്. അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു ക്വാളിറ്റി ഉണ്ട് വണ്ടിക്കാണ്. പിന്നെ നമുക്കിനി ആ സൈഡിലേക്ക് പോയി നോക്കാം. ആ സൈഡിൽ കുറച്ച് സെഡാൻ വാഹനങ്ങളുണ്ട്. മെഴ്സിഡസ് ബെൻസിൻ്റെ വണ്ടിയുണ്ട്, അതുപോലെ തന്നെ BMൻ്റെ വണ്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഒരു E250 ഇത് അവിടെ കിടക്കുന്നുണ്ട്. ഇത് 2014 മോഡലാണ്. 14 മോഡൽ വൈറ്റ് കളർ 250 ആണ്. 12,75,000 ഇവിടെ ആസ്കിങ് റേറ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ E250 ഒക്കെ നോക്കുന്നവർക്ക് അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു ബോഡി ക്വാളിറ്റി ഉണ്ട്. ഒരു ഡീസൻറ്റ് റേറ്റുമാണ് 1275 എന്ന് പറയുന്നത്. ഇപ്പോൾ കിലോമീറ്റർ കാര്യങ്ങൾ, ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കുക. വണ്ടി എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ വന്ന് നോക്കി 100% ഉറപ്പ് വരുത്തിയിട്ട് മാത്രം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുക. ആദ്യം അഡ്വാൻസ് പേയ്മെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. നമ്മൾ വന്ന് നോക്കിയിട്ട് മാത്രം പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യട്ടോ. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കാരണം അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ ഇവിടെ കാണാറുണ്ട്. അടുത്തത് ഒരു CLA ഇവിടെ കിടക്കുന്നുണ്ട്. CLA 200D ആണ്. 2017 മോഡലാണ്. 17 CLA 200 ഇവിടെ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 17.90 ആണ്. 17,90,000 രൂപയാണ് ഈ ഒരു CLA 200Dക്ക് ഇവിടെ ചോദിക്കുന്നത് കേട്ടോ. ഡീസൽ വണ്ടിയാണ്. ഇതും ഒറ്റ നോട്ടത്തിൽ നോക്കുന്ന സമയത്ത് വേറെ ഇഷ്യൂസ് ഒന്നും കാണുന്നില്ല. നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. വേറൊരു CLA 200 ഇവിടെ ഉണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇതിൻ്റെ മുകളിൽ എഴുതിയിട്ടില്ല. ഇതും വൈറ്റ് കളർ വണ്ടി തന്നെയാണ്. പിന്നെ നമുക്ക് ഒരു സിൽവർ CLA അവിടെ കിടക്കുന്നുണ്ട്. ഒരു ഡൽഹി രജിസ്ട്രേഷനിലുള്ള സിൽവർ CLA ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 2015 മോഡലാണ്. 15 മോഡലിലെ CLA 200D ആണ്. ഇത് 14.90 ആണ് ആസ്കിങ് റേറ്റ് വരുന്നത്. ഇതും ഡൽഹി രജിസ്ട്രേഷനാണ്. ഒക്കെ ഓൾമോസ്റ്റ് ഒരു 90% ഒറിജിനൽ പെയിൻറ്റ് പോലെ തന്നെ ഉണ്ട് കാണാനായിട്ട്. ബോഡി വൈസ് ഒന്നും വേറെ മേജറായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഒറ്റ നോട്ടത്തിൽ തോന്നുന്നില്ല. കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി. അപ്പോൾ ഞാനിപ്പോൾ നിലവിൽ ഏതൊക്കെ സ്റ്റോക്കുകൾ ഇവിടെ അവൈലബിൾ ആണ് ഇതാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നും പറഞ്ഞു പോകാത്തത്. CLA നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. വേറൊരു C220D ഉണ്ട്. 2016 മോഡലാണ്. പുതിയ ഷേപ്പാണ്. 17,90,000 രൂപയാണ് ചോദിക്കുന്നത്. ഒരു വൈറ്റ് കളർ കേട്ടോ. നല്ലൊരു വണ്ടി തന്നെയാണ്. 16 ഫെബ്രുവരിയാണ് രജിസ്ട്രേഷൻ വന്നിട്ടുള്ളത് കേട്ടോ. 220D വൈറ്റ് കളർ നല്ല വണ്ടി തന്നെയാണ്. C20D അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നൊരു വണ്ടിയാണ് കേട്ടോ അത്. പിന്നെ ഇതാ നമുക്ക് അടുത്തൊരു S ക്ലാസ്സിലേക്ക് കടന്നാലോ. S350 വരുന്നുണ്ട്. 2012 മോഡലാണ്. പെട്രോളാണ്. 12,90,000 ആണ് വരുന്നത്. MH രജിസ്ട്രേഷൻ കേട്ടോ വണ്ടി വരുന്നത്. 12,90,000 രൂപയ്ക്ക് ഒരു കോഫി ബ്രൗൺ കളറിലുള്ള ഒരു S ക്ലാസ് 2012 മോഡൽ ഹൈ സ്ട്രീറ്റ് കാഴ്സിൽ അവൈലബിൾ ആണ്. ഒരു E250 കൂടി ഉണ്ട്, ബ്ലാക്ക് കളറ്. ഇത് 2013 മോഡലാണ്. 11,90,000 രൂപയാണ് ആസ്കിങ് റേറ്റ് വരുന്നത്. അവിടെ ഇവിടെയൊക്കെ കുറേ വണ്ടികൾ കിടപ്പുണ്ട്. അപ്പോൾ എവിടെ തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം, ഏത് വണ്ടിയാണ് പറഞ്ഞത് ഒന്നും ഒരു ഐഡിയയും കിട്ടുന്നില്ല. അതായത് ഈ X3 ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടില്ല എന്ന് വിചാരിക്കുകയാണ്. X3 ഇത് അവിടെയുണ്ട്. 2013 മോഡൽ ഡീസൽ കേട്ടോ. 10,90,000 രൂപയുള്ളൂ X3. പൈസ കുറവാണ്. വണ്ടിയുടെ ക്വാളിറ്റി നിങ്ങൾ വന്ന് ചെക്ക് ചെയ്യുക, എന്നിട്ട് വണ്ടി എടുക്കുക. സൺറൂഫൊക്കെ വരുന്നുണ്ട് കേട്ടോ വണ്ടി. എന്തായാലും 10,90,000 രൂപ. ഇവിടുത്തെ ഒരു നെഗോസിയേഷൻ്റെ കാര്യങ്ങളൊക്കെ കേസ് ചെയ്യേണ്ട ഒരു 10 റുപ്യ കിട്ടുകയാണെങ്കിൽ തന്നെ വീടിൻ്റെ മുന്നിൽ പോർച്ചിൽ കൊണ്ട് നിർത്തിയിട്ടൂടെ? ഇതാ അങ്ങനെ നിർത്തിയിടാൻ പറ്റിയ വേറൊരു വണ്ടിയുണ്ട്. അതിനേക്കാളും കുറച്ചുകൂടി വലുപ്പമുള്ളത് Q7 2012 മോഡലാണ്. 12 കൊല്ലം പഴക്കണ്ട ഡീസൽ. 10,90,000 രൂപ. അപ്പോൾ ഇതൊരു 10-ന് കിട്ടിയിരിക്കും. ഇത് ഏതാ രജിസ്ട്രേഷൻ? UP രജിസ്ട്രേഷൻ, UP16 നോയുടെ രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ് Q7. അപ്പോൾ ഇതൊക്കെ എടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് A to Z എൻജിൻ ഭാഗം ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പണി കിട്ടിയാൽ ഈ 10 പോരാ, ഒരു 10 കൂടി ചിലപ്പോൾ വേറെ കൊടുക്കേണ്ടി വരും വർക്ക്ഷോപ്പിലേക്ക്. അതും കൂടി ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചേക്കാം.
കാരണം ഇപ്പോൾ ഇതേ വണ്ടിൻ്റെ ഇപ്പോൾ 2012 വണ്ടിൻ്റെ ചിലപ്പോൾ 15 ലക്ഷം കൊടുത്താലും കിട്ടാത്തതുണ്ടാവും. വണ്ടിയുടെ എൻജിൻ വൈസ് ക്വാളിറ്റി അതാണ്. ഇപ്പോൾ ഈ ഒരു എൻജിൻ വൈസിലൊക്കെ ചെറിയ ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങളാണെങ്കിൽ പോലും അതൊന്ന് വർക്ക്ഷോപ്പ് കയറ്റിയാൽ ലക്ഷങ്ങളുടെ പണി വരും. ഇപ്പോൾ Q7 അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ലക്ഷറി സെഗ്മെൻറ്റിലെ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്നവർക്ക് അറിയാൻ പറ്റും അതിൻ്റെ കാര്യങ്ങൾ. എടുത്തു കഴിഞ്ഞാൽ പണി കിട്ടും. ഇഷ്ടം പോലെ ട്രോൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് വണ്ടി വാങ്ങിച്ചിട്ട് ഇപ്പോൾ വീട്ടിലവിടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോസൊക്കെ ട്രോളായിട്ട്. അപ്പോൾ ലക്ഷറി വണ്ടിയൊക്കെ എടുക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ മെക്കാനിക്കൽപരമായ കാര്യങ്ങൾ 100%, 101% അങ്ങനെ തന്നെ പറയാം. നോക്കി ഉറപ്പുവരുത്തിയിട്ട് മാത്രം വണ്ടി എടുക്കുക. എടുത്തു കഴിഞ്ഞിട്ട് പണി ഉണ്ടെന്നുണ്ടെങ്കിൽ ലക്ഷങ്ങൾ നമ്മൾ കയ്യിൽ നിന്ന് പോകും. 10 ലക്ഷം ഉറുപ്പിക എടുത്താൽ ഈ വണ്ടി കിട്ടും. ഈ വണ്ടി നമുക്ക് വീട്ടിൽ കൊണ്ട് നിർത്തിയിട്ടിട്ട് എന്തെങ്കിലും ഒരു പണി വരികയാണെങ്കിലുള്ള കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. ഒരു പണി ഇല്ലെങ്കിൽ നല്ല വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു ടെൻഷനും വേണ്ട, നമുക്ക് നല്ല പ്രോഫിറ്റിൽ കിട്ടും. പക്ഷെ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. X5 ഇത് അവിടെ ഉണ്ട്, 2013 മോഡൽ, 9,90,000 രൂപ മതി. ഇതാ അതേപോലെ തന്നെ Q7 പോലെ തന്നെ വലിപ്പമുള്ള ഒരു വണ്ടിയാണ്. പക്ഷേ 7 പേർക്ക് പോകാൻ പറ്റില്ല, 5 പേർക്ക് പോകാൻ പറ്റുള്ളൂ. 2013 എക്സ് ഡ്രൈവാണ്, 30D ആണ് വരുന്നത്, 9,90,000 രൂപ. ഹരിയാന രജിസ്ട്രേഷൻ വണ്ടി, ബ്ലാക്ക് കളർ. അപ്പോൾ ഇതും ഇതേപോലെ തന്നെയാണ്. വില മാത്രം നോക്കിയിട്ട് നിങ്ങൾ ഒരിക്കലും ഡൽഹി വണ്ടി കമ്പയർ ചെയ്ത്, ഞാൻ വീണ്ടും പറയണം. കുറേ ആളുകൾ ഇപ്പോൾ ഞാനിങ്ങനെ ഈ നമ്പർ നമ്മളെ ഈ ഒരു ഡിസ്ക്രിപ്ഷനകത്ത് നമ്പർ വെക്കാൻ തുടങ്ങിയതുകൊണ്ട് തന്നെ കുറേ ആളുകൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്, അതിനേക്കാളും കുറച്ചിട്ട് മാർക്കറ്റിൽ കിട്ടുമല്ലോ, അങ്ങനെ കിട്ടില്ല, അവിടെ കിട്ടില്ലോ, ഇവിടെ കിട്ടില്ലെന്നും. കിട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലത്തെ വണ്ടി തന്നെ നോക്കാം. 5 ലക്ഷത്തിന് കിട്ടുന്ന വണ്ടിയുണ്ട്, 6 ലക്ഷത്തിന് കിട്ടുന്ന വണ്ടിയുണ്ട്. അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ആ ഒരു ക്വാളിറ്റി അത് ഡിപ്പെൻഡബിൾ ആണ്. ആ ഒരു കാര്യം അത് ഒന്നും അറിയാണ്ട് പോയി എടുക്കുന്നവൻ പെട്ട് കഴിഞ്ഞാൽ അനുഭവത്തിൽ നിന്ന് മനസ്സിലാവും. പിന്നെ അടുത്ത പ്രാവശ്യം കറക്റ്റ് ആയിക്കോളും. അപ്പോൾ ഈ ഒന്നും അറിയാണ്ട് ആദ്യമായിട്ടൊരു വണ്ടി എടുക്കുന്നവരാണ് ഈ ഒരു വില മാത്രം. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാം. ഇപ്പോൾ ഈ ഒരു X5 ഇപ്പോൾ ഇവിടെ 9,90,000 രൂപയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ വണ്ടിന് ചിലപ്പോൾ 15 ലക്ഷത്തിനുള്ള വണ്ടി ഉണ്ടാവും. നിങ്ങൾക്ക് പുറത്ത് വേറെ ഷോറൂംസിൽ നോക്കിയാൽ അറിയാം. 9 ലക്ഷത്തിൻ്റെയും 15 ലക്ഷത്തിൻ്റെയും 12 ലക്ഷത്തിൻ്റെയും അറിയാൻ പറ്റും. അപ്പോൾ ആ വണ്ടികളൊക്കെ മാറുന്നതനുസരിച്ച് ഇപ്പോൾ ഈ വണ്ടിയുടെ ഈ ഒരു വില എന്ന് പറയുന്നത് ചെറിയ രീതിയിലൊക്കെ ഈ എന്താ പറയുക ഡീലർമാർ മാറുന്നതനുസരിച്ച് വില വ്യത്യാസം ഉണ്ടാകും. എന്നാലും ഓവറോൾ നല്ല റേറ്റ് ഡിഫറൻസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ആ വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്. പിന്നെ OLX മാർക്കറ്റ് പ്ലേസ് ഇതൊക്കെ കുറേ ആളുകളുണ്ട്. OLX അത്ര വിലയില്ലല്ലോ, മാർക്കറ്റ് പ്ലേസിൽ ഇത്ര വിലയില്ലല്ലോ, അങ്ങനെയാണ് ആ വിലയ്ക്ക് കിട്ടും, ഈ വിലയ്ക്ക് കിട്ടുന്നു. ആ വിലയ്ക്കൊക്കെ വണ്ടി വാങ്ങാൻ കിട്ടും. പോയി കഴിഞ്ഞാൽ വണ്ടി വാങ്ങാൻ കിട്ടും. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല. വണ്ടി വീട്ടിൽ കൊണ്ട് നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ പൊളിക്കാൻ കൊടുക്കേണ്ടി വരും. ആ സ്ഥിതി അതൊക്കെ അനുഭവസ്ഥരെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പം അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. 520D 15 മോഡൽ 13,90. ഇതൊക്കെ ഡീസൻറ്റ് വിലയാണ്. ഇതൊരു നോർമൽ മാർക്കറ്റ് പ്ലേസാണ്. ഇത് പിന്നെ രജിസ്ട്രേഷൻ വരുന്നത് ഗുജറാത്താണ്. പക്ഷേ ഇതൊരു നോർമൽ മാർക്കറ്റ് റേറ്റാണ്. 520D 15 മോഡലാണെങ്കിൽ 13,90, 14 ലക്ഷം രൂപ, 14, 14.5 ഇതൊക്കെയാണ് ഒരു 520Dയുടെ ഒരു നോർമൽ ആവറേജ് റേറ്റ് വില. ഇപ്പോൾ ഈ വണ്ടിയൊക്കെ ചിലപ്പോൾ ഒരു 9 ലക്ഷത്തിനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും. അല്ലാണ്ട് അത്രയും വില കുറച്ചിട്ടൊന്നും എന്തായാലും കിട്ടില്ല. X1 ഇതാ 2012 മോഡൽ, 6,40,000 രൂപ ചോദിക്കുന്നുള്ളൂ. സൺറൂഫ് ഇല്ലാത്ത മോഡലാട്ടോ. അതേ പേരിനൊരു SUV സെഗ്മെൻറ്റിലുള്ള ഒരു BMW വാഹനം വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് നോക്കാൻ പറ്റും. X1 പൊതുവേ കുറച്ച് മെയിൻ്റനൻസ് കോസ്റ്റ് കുറച്ച് കൂടുതലാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് HR26 ആണ്, ഹരിയാന രജിസ്ട്രേഷനാണ്. ഹരിയാന രജിസ്ട്രേഷനൊക്കെ എടുക്കുന്നവരൊന്ന് ശ്രദ്ധിക്കുക. NOCക്ക് ചാടിക്കറി ഇന്ന് കിട്ടും നാളെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. എല്ലാവർക്കും കിട്ടണമെന്നില്ല. ചില ആളുകൾക്ക് കിട്ടാറുണ്ട്, ചില ആളുകൾക്ക് നല്ല സമയം എടുക്കാറുണ്ട്. അപ്പോൾ അത് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കരുത്. ചിലപ്പോൾ ഒരു 4 മാസം 5 മാസമൊക്കെ സമയം എടുക്കാറുണ്ട്. HR26 ഇപ്പോൾ കുറച്ചൊരു ഡിലേ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും നിരവധി വണ്ടികൾ ഈ ഷോറൂമിൽ കാണിക്കാനുണ്ട്. ഞാനിപ്പോൾ ഡൽഹിയിലിപ്പോൾ വന്നതിന് ശേഷം നമ്മളിപ്പോൾ എടുക്കുന്ന 2ാമത്തെ വീഡിയോ ആണ്. കുറച്ച് കാലത്തേക്ക് ഗ്യാപ്പ് ആയിരുന്നു. അപ്പോൾ ഏതായാലും ഇനിയും ഇവിടെ വന്നിട്ട് ബാക്കിയുള്ള വണ്ടികളുടെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് കാണിക്കുന്ന കുറേ ഷോറൂംസ് ഉണ്ട്. അവിടെയൊക്കെ പോയിട്ട് പുതിയ സ്റ്റോക്കുകൾ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് അറിയാം. പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഡിസ്ക്രിപ്ഷനകത്ത് അതിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം എനിക്ക് പേഴ്സണലിയോ അല്ലെങ്കിൽ കമ്പനിയിൽ എക്സ്ചേഞ്ച് വരുന്നയോ ഡയറക്റ്റ് ആർച്ചോണർ എടുത്തുള്ള വണ്ടികൾ മാത്രം ആ ഗ്രൂപ്പിനകത്ത് പോസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ ആ ഗ്രൂപ്പിനകത്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും പിന്നെയും പുതിയ ആളുകൾ കുറേ സംശയം ചോദിക്കാറുണ്ട്. ഈ വണ്ടി എവിടെയാണുള്ളത്, കേരളത്തിലാണോ എവിടെയാണോ ഒക്കെ. അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വണ്ടിയും ഡൽഹിയിലുള്ള വണ്ടിയാണ്. ഡൽഹിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റേറ്റാണ് അതിനകത്ത് ഇട്ടുന്നത്. പ്ലസ് അതിൻ്റെ കൂടെ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങൾ നാട്ടിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചാർജ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വരും. പിന്നെ ചില വണ്ടികളത് NOC ചിലപ്പോൾ ഓണർമാർ തന്നെ NOC എടുത്തരുമെന്ന് പറയും. അപ്പോൾ അതിൻ്റെ റേറ്റ് ഇൻക്ലൂഡഡ് ആയിട്ടാണ് ഇടാറുള്ളത്. ചില വണ്ടികളത് നമ്മൾ NOC എടുക്കേണ്ടി വരും. അപ്പോൾ അത് സെപ്പറേറ്റ് ആയിരിക്കും ഇടാറുള്ളത്. അപ്പോൾ അത് ഓരോ വണ്ടിക്കും ഡിപ്പെൻഡബിൾ ആണ്. പക്ഷേ വണ്ടി കോമൺലി എല്ലാം ഡൽഹിയിൽ തന്നെയാണ് കിടക്കുന്നുണ്ടാവുക. പിന്നെ ചെറിയ വണ്ടികളിൽ എന്താ ഇടാത്തതെന്ന് കുറേ ആളുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ചെറിയ വണ്ടികൾ ഇപ്പോൾ നമുക്ക് അത്ര നല്ലൊരു പ്രോഫിറ്റബിൾ ആക്കിയിട്ട് എടുക്കാൻ പറ്റിയ വണ്ടികൾ മാർക്കറ്റിൽ കുറവാണ്. അത്യാവശ്യം റേറ്റ് കാര്യങ്ങൾ കൂടിയിട്ടുണ്ട്. ഇന്നോവയ്ക്കും റേറ്റ് കാര്യങ്ങൾ കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്നോവ അങ്ങനെ ഇടാത്തത്. ക്രിസ്റ്റ, ഫോർച്യൂണർ അതുപോലെ തന്നെ ലക്ഷറി വണ്ടികളൊക്കെയാണ് ഇപ്പോൾ നമുക്ക് കൂടുതലായിട്ടും ഒരു പ്രോഫിറ്റിൽ എടുക്കാൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനത്തെ വണ്ടികൾ മാത്രം ഇപ്പോൾ ഞാൻ ഇടുന്നത്. ഇത് BMൻ്റെ ഏതാ മോഡൽ 520 ആണെന്ന് തോന്നുന്നു.
അപ്പോൾ ഏതായാലും ഈ വണ്ടിയും അപ്പുറത്തെ വണ്ടിയും അതിൻ്റെ അപ്പുറത്തെ വണ്ടിയും ഒക്കെ ഞാൻ അടുത്ത എപ്പിസോഡിൽ കാണിച്ചു തരാം. ശൗര്യ ഗാർഡനിലാണ്, ഹൈ സ്ട്രീറ്റ് കാർസ്. കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഡിസ്പ്ലേയിലും വെക്കാം, ഡിസ്ക്രിപ്ഷനിലും വെക്കാം. കോൺടാക്ട് ചെയ്ത് നോക്കാം. വേറെ ഏതെങ്കിലും വണ്ടികളെ എൻക്വയറി കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നടത്താവുന്നതാണ്. അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു ഷോറൂമായിട്ട് ഉടൻ തന്നെ കാണാം. അതുവരെ ഇറ്റ്സ് മീ മനു. ബൈ.